തൊപ്പീൻ്റെ ക്രിപ്റ്റോ കുതാഹവ. തൊപ്പി ക്രിപ്റ്റോ സ്കാമായി എൻ്റെ എല്ലാം പോയടാ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈവും കാര്യങ്ങളൊന്നും ചെയ്യാൻ മൂടില്ല. ലൈഫിൽ ഇതുവരെ സമ്പാദിച്ച എല്ലാം പോയി കിട്ടി. ഏതോ ഒരു കോയിൻ പോയി മേടിച്ചു, അതോട് കൂടിയിട്ട് പണി പാളി എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ വന്ന് ലൈവിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവയർനെസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലൈവ് തുടങ്ങിയത്. അവയർനെസ്സിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് കരച്ചിലും പൈസ പോയ എൻ്റെ സങ്കടത്തിൽ നിന്ന് വന്നുള്ള ഒരു ഫ്രസ്ട്രേഷനും സെൽഫ് മാസും, പിന്നെ കുറേ പേര് പറയുന്ന ഡ്രാമ ആംഗിളും സ്ക്രിപ്റ്റഡ് ഡ്രാമ ആംഗിളും ഒക്കെ എനിക്ക് പേഴ്സണലി ഇതിനകത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൊപ്പി ആൻഡ് ദിസ് ക്രിപ്റ്റോ, ഈ സംഗതി കുറച്ച് കാലം മുമ്പ് തന്നെ തൊപ്പിയുടെ കുറച്ച് വൈറൽ സാധനങ്ങളിലുള്ള ഒരു സംഗതി തന്നെയാണ്. ഓക്കെ, ഈ കോയിൻ മറ്റേ ഇങ്ങനെ കുനിയുന്ന സമയത്ത് പോക്കറ്റിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ 12 ലക്ഷം റുപ്യ പോകില്ലേ. തൊപ്പി തുടക്കകാലങ്ങളിൽ ഫിസിക്കൽ കോയിനാണ് ക്രിപ്റ്റോ എന്നുള്ള രീതിയിലുള്ളൊരു ലൊട്ട സാധനമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസം മുമ്പ് വന്നിട്ട് ലൈഫിലെ സമ്പാദിച്ച എല്ലാ പൈസയും ഒരു കോയിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് ഞാൻ മില്യനെയർ ആവുന്നുള്ള മാസമൊക്കെ അടിച്ചിട്ടുള്ളൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം ഇവിടെ പ്ലേ ചെയ്യാം. മൂസാനിക്കാന്റെ പീടികയിൽ കിട്ടുന്ന സാധനമല്ല ഈ ബിറ്റ് കോയിൻ. ഇതിനെ കുറിച്ചൊന്നും അറിയണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടില്ല. എടാ എനിക്ക് ബാക്കിയെല്ലാം അറിയാടെ. ഇത് ബിറ്റ് കോയിൻ 52 ലക്ഷം ഉള്ളതാണോ? ഒരു 50,000 1 ലക്ഷത്തല്ലേ ഉണ്ടാവും. ഒരു കോയിന്റെ 52 ലക്ഷം, അതെങ്ങനെ ശരിയാവോ? അവിടെ ഒരു കോയിന് അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, ഒരു കോയിൻ അതാറ്റം മിസ്സായി പോയിരുന്നല്ലോ അല്ലേ. എന്റെ മോനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, നമ്മ ബസ്സിലാറ്റം കേറിയിട്ട് ഇറങ്ങുമാറ്റ കുനിയുമാറ്റ വീണ് പോയി പോക്കറ്റുന്നത് 52 ലക്ഷം പോയില്ലേ. ഞാൻ മൊത്തം ഒരു വലിയ റിസ്ക് എടുത്തിട്ട് ഞാൻ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏത് കോയിനാന്നും പറയില്ല, ബിറ്റ് കോയിൻ അല്ല വേറൊരു കോയിനിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രേഡിങ്ങിൽ ഇതിലേക്കെ ഇറങ്ങണമെന്നുണ്ട്. ഇപ്പം അല്ല, കുറച്ച് സമയം കഴിഞ്ഞാ. പക്ഷെ ഞാനൊരു കോയിൻ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ വലിയൊരു റിസ്ക് തന്നെ എടുത്തു. കാരണം ആ കോയിൻ മുകളിലേക്ക് പോകുന്ന അത്രയും ഉറപ്പെനക്ക് കിട്ടി. ഞാൻ മൊത്തം എൻ്റെ കയ്യിലുള്ള ഓൾമോസ്റ്റ് ഉള്ളതെല്ലാം ഞാൻ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ദിവസം ഡോജ് കോയിൻ ഒന്നല്ല, ഡോജ് കോയിൻ ആവാൻ അല്ലാതിരിക്കാം. അത് ഞാൻ പറയില്ല ഏത് കോയിനാ ഞാൻ പറയില്ല. പിന്നെ നിങ്ങളെല്ലാം ഇൻവെസ്റ്റ് ചെയ്യില്ലേ, പിന്നെ ഞാൻ എന്താവും അങ്ങനെ കുറെ ആൾക്കാരില്ല വന്നാ ഇതാവും ചിലപ്പോ. എനിക്ക് അറിയില്ല അതിന്റെ രീതി എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഒരു കോയിനിൽ എൻ്റെ മൊത്തം സേവിങ്സ് ഞാൻ ഒരു കോയിനിൽ ഇട്ടിട്ടുണ്ട്. മോനെ 2-3 മാസം കൊണ്ട് ഞാൻ മൾട്ടി മില്യണർ ആകാൻ പോയത്. മൾട്ടി മില്യണർ ആവുമെന്ന് പറഞ്ഞിട്ട് കോമരം തുള്ളിപ്പോയ തൊപ്പി. എന്താണെങ്കിലും കോയിൻ ഏതാ മേടിച്ച് പർച്ചേസ് ചെയ്തത് ഏത് കോയിനാന്നുള്ള പേര് പറയുന്നില്ല. ആര് പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ ആരുടെ സജഷനാണ്, അല്ലെങ്കിൽ ആരുടെ അഡ്വൈസ് ആണെന്ന് പറയുന്നില്ല. ത്രൂ വിച്ച് ആപ്പ്, അല്ലെങ്കിൽ ത്രൂ വിച്ച് പ്ലാറ്റ്ഫോം ഈ കോയിൻ പർച്ചേസ് ചെയ്തെന്ന് പറയുന്നില്ല. എത്ര എമൗണ്ടിനാണ് പർച്ചേസ് ചെയ്തതെന്ന് പറയുന്നില്ല. ക്രിപ്റ്റോ മേടിച്ചു അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ബിറ്റല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും നമുക്ക് നോക്കാം എന്താണ് ഇന്നലത്തെ ലൈവിൻ്റെ ഒരു ബിൽഡപ്പ് സീൻ എന്നുള്ളത്. അതിന് മുമ്പ് ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല 8ന്റെ പണി കിട്ടിയിട്ടുള്ളത്. രാവിലെ മുതൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. മൂഞ്ചി തെറ്റിയിട്ടുള്ളത് എൻ്റെ ക്രിപ്റ്റോ സ്കാമായി. ഇത് ആരെങ്കിലും നല്ല നോളജ് ഉള്ള നല്ല ക്രിപ്റ്റോ എക്സ്പേർട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ അറിവില്ല ആരെങ്കിലും നല്ല ബേസിക് നോളജ് ഉള്ള ആരും വേണ്ട. ഞാൻ കുറേ ആൾക്കാരോട് സംസാരിച്ച് സൊല്യൂഷൻ ഇല്ല. ഈ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ക്രിപ്റ്റോ നോളജ് നല്ലോണമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്പർ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ, ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല ഒരു കോയിനിൽ ഞാൻ ക്രിപ്റ്റോയിൽ ഞാൻ എൻ്റെ മൊത്തം സേവിങ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ നോട്ടില്ല. അത് നല്ലൊരു പണി കിട്ടി, സ്കാമായിരുന്നു. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തേ മതിയാവും, വേറെ വഴിയൊന്നുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. ഓക്കെ, പിന്നെ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മിനിമം 6 മാസമെങ്കിലും ഇതിനെക്കുറിച്ച് പഠിക്കുക. മൊത്തം ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാണ്ട് ഈ പരിപാടിക്ക് ഇറങ്ങാണ്ടിരിക്കുക. ഓക്കെ, ഇതാരെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ വിളിക്കുക. ഓക്കെ, അപ്പം ഇതാണ് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിക്കകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ആക്ച്വലി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തൊപ്പീൻ്റെ റവന്യൂ ഡീറ്റെയിൽസ് റിവീൽ ചെയ്തത്. അത്ര എന്താ പറയുക, ഫെമിലിയർ ആയിട്ടുള്ള കാര്യമല്ല. യൂട്യൂബേഴ്സോ സ്ട്രീമേഴ്സോ ഹൂവർ ഇറ്റ് ഈസ് അവരുടെ റവന്യൂ റിവീൽ ചെയ്യുന്നത് ലക്ഷം സ്കീമുള്ള പരിപാടിയാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്.
കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ റവന്യൂ റിവീൽ ചെയ്തതുമായിട്ട് IT ഇൻകം ടാക്സുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. റവന്യൂ റിവീൽ ചെയ്തതിന് ശേഷം കുറച്ച് ലോസ് കാണിക്കേണ്ട ഒരു അവസ്ഥ വരും, അല്ലെങ്കിൽ IT എന്താണെങ്കിലും കയറും പിടിക്കും, അതിൻ്റെ മുമ്പ് ലോസ് കാണിക്കണം എന്നുള്ള രീതിക്ക് അങ്ങനെ ചെയ്തൊരു ഡ്രാമയായിരിക്കാം എന്നുള്ളൊരു ആംഗിൾ ഇതിനകത്ത് പോരുന്നുണ്ട്. എന്താണെങ്കിലും അതിന് മുമ്പ് ഇപ്പോൾ ഈ ക്രിപ്റ്റോ മച്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജുണ്ട്. ഈ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്ലാസ്സസ് പരിപാടികളൊക്കെ ആയിട്ടാണ് ആശാൻ്റെ പേജും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ പേജിനകത്ത് ഈ തൊപ്പിയുടെ വീഡിയോ ഇട്ടിട്ട് ഈ ടൈമിൽ, അതായത് തൊപ്പി ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഒരു കോയിൻ മേടിച്ചു, പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് ആ പെർട്ടിക്കുലർ അക്കൗണ്ടിൽ വന്നിട്ടുള്ള റീൽ വീഡിയോ നമ്മൾ പ്ലേ ചെയ്യാം. മൊത്തം സേവിങ്സ് ഞാൻ ഒരു കോയിനിൽ ഇട്ടിട്ടുണ്ട് മോനെ. 2-3 മാസം കൊണ്ട് ഞാൻ മൾട്ടി മില്യണറാകാൻ പോയി. എനിക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനകം ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള റീലാണിത്. ഇതിന്റെ ഫാക്ട് തൊപ്പി പറഞ്ഞ കോയിൻ ഏതാണെന്ന് നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, തൊപ്പി ക്രിപ്റ്റോയിൽ പുതുതാണ്. സോ ഒന്നെങ്കിൽ തൊപ്പിയെ ഏതെങ്കിലും റെക്പുൾ ടീം അവരുടെ ടോക്കൺ ബൈബാക്ക് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫേക്ക് ടെലിഗ്രാം അഡ്മിൻസ് ഏതെങ്കിലും കോയിൻ തൊപ്പിയെ ക്യാൻവാസ് ചെയ്തിട്ടുണ്ടാവണം. സോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ക്രിപ്റ്റോയിൽ ദെയർ ഈസ് നോ ഷോർട്ട് കട്ട്. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ക്രിപ്റ്റോയെ പറ്റി പഠിക്കണം, അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ബൂം ആവാൻ പോകുന്ന 5 കോയിനുകളെ പറ്റി അറിയണമെങ്കിൽ, യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കോയിനെ പറ്റി അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ബയോയിലുള്ള ഈ ഒരു വാട്സ്ആപ്പ് ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. അതിൻ്റെ ഫുൾ റിസൾട്ട് ഞാൻ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ക്രിപ്റ്റോ മച്ചാൻ ബൈ. ഓക്കെ, ഇതാണ് ക്രിപ്റ്റോ മച്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ. ഓക്കെ, റെക്പുൾ ചെയ്യുന്ന ഏതെങ്കിലും ടീം തൊപ്പിയെ കോണ്ടാക്ട് ചെയ്തിട്ട് തൊപ്പിയെ അതിലേക്ക് അവർ ആകർഷ്ടനാക്കി കൊണ്ടുവന്ന് കോയിൻ ബൈ ചെയ്യിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ളൊരു സ്കീം നടക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു അയാളുടെ കണ്ടുപിടുത്തം. എന്നാണെങ്കിലും ബാക്കി കാര്യങ്ങൾ അയാളെ ഫോളോ ചെയ്തിട്ട് ബാക്കി പരിപാടികൾ ചെയ്താൽ മാത്രമേ പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ, ബിക്കോസ് ഇൻഫർമേഷൻ ആരും ചുമ്മാ ഷെയർ ചെയ്യില്ല. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി തന്നെയാണ് ഇൻഫർമേഷൻസൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരാളും നമുക്ക് ഫ്രീ ആയിട്ടൊരു ക്ലാസ്സോ സാധനം എടുത്തൊന്ന് പഠിപ്പിക്കുന്നില്ലല്ലോടെ, ഭയങ്കര റെയറാണ്. സോ എന്തെങ്കിലുമൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി വേണം. 2 മാസമല്ലേ, അപ്പോൾ മെമി ആയിരിക്കും ഗൈസ്. സ്റ്റേ കോഷ്യസ് വിത്ത് മെമി ടോക്കൺസ്. ദെയർ ആർ സ്ട്രോങ് പ്രൊജക്ട്സ് ഇൻ ദ ടോപ്പ് 20, എസ്പെഷ്യലി US based coins that could perform well this cycle. I have shared more insights in my community എന്ന് പറഞ്ഞിട്ട് ഇതിനിടയിൽ ഈ വ്യക്തി ഒരു കമൻ്റ് കൂടി പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ വ്യക്തി ഇന്നലെ തൊപ്പിയുടെ ലൈവ് കണ്ടതിന് ശേഷം ലൈവിൽ തൊപ്പി വീണ്ടും ഈ വ്യക്തിയുടെ റീൽ വീഡിയോ പ്ലേ ചെയ്തിട്ട് ഈ വ്യക്തിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് ഹെൽപ്പാക്കാനുള്ള സാധനത്തിൻ്റെ നമ്പർ വെച്ച് മെസ്സേജ് അയച്ച ആ ഒരു ടൈമിൽ ഇദ്ദേഹത്തിൻ്റെ റീല് വീണ്ടും തൊപ്പിയുടെ ലൈവിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ ഇയാളുടെ റീലിൻ്റെ അടിയിൽ ഇയാൾ ഇട്ട കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും പ്രശ്നം ഞാൻ അവസാനം പറയുന്ന കാര്യത്തിലാണ്. ബ്രോ, ആദ്യം ഞാൻ തൊപ്പിയുടെ കോയിൻ സ്കാം ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് നല്ല ക്രിപ്റ്റോ പ്രൊജക്റ്റ് എന്ന് ചോദ്യം വരും. അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 5 US ക്രിപ്റ്റോ കോയിൻസ് ബിക്കോസ് ഓഫ് ട്രംപ് പറഞ്ഞത്. ബ്രാക്കറ്റിൽ ആരും കുഴിയിൽ ചാടാതിരിക്കാൻ പിന്നെ ഞാനൊരു ഇൻഫ്ലുവൻസ് ആയതുകൊണ്ട് ഫോളോ ചെയ്യാനും പറഞ്ഞു. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലയ്യ, കാലം തെളിയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ആ വിഷയം എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഈ റീലിൻ്റെ അവസാനം ഇയാൾ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് തൊപ്പി ലൈവിൽ ഇരുന്നിട്ടൊരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മേ ബി ഇയാൾക്ക് കുറച്ചധികം ഹെയ്റ്റ് പോകാൻ ചാൻസ് ഉണ്ട് ഇതിനകത്തേക്ക്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും അയാളുടെ വർക്കാണ് ചെയ്യുന്നത്, അയാളുടെ കോണ്ടൻറ്റ് അതാണ്. ക്രിപ്റ്റോ മച്ചാൻ എന്ന് പറഞ്ഞുള്ള പേജിൽ ഫർദർ ഇൻഫർമേഷൻ ആദ്യം കുറച്ച് ഡീറ്റെയിൽസ് തരും. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് നമുക്കതിൽ ക്ലാസ്സുകളോ അല്ലെങ്കിൽ സജഷൻസോ അല്ലെങ്കിൽ നമുക്ക് എക്സ്പെർട്ടീസോ വേണമെന്നുണ്ടെങ്കിൽ അയാളെ ഫോളോ ചെയ്ത് ചോദിച്ചേ പറ്റൂ. അതിലൊന്നും ഒരു മോശമുള്ള കാര്യമല്ല എന്നുണ്ടെങ്കിൽ അതൊന്നും എന്താ പറയുക, ആരെങ്കിലും പോയിട്ട് നീ ഫോളോ ചെയ്യാൻ പാടില്ല എന്നുള്ള സ്കീമൊന്നും വേണ്ടടേ. ഇവിടെ ഗിവ് അവേ വയ്ക്കുന്ന സമയത്ത് എത്ര പേരാണ് അവർ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഫോളോ അടിക്കുന്നു, ഷെയർ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. ഓക്കെ, അതിലിട്ടിട്ട് ചൊറിഞ്ഞു വാന്തി മറ്റേ തൊപ്പി പറയുന്നതും കേട്ടിട്ട് അയാളെ പോയിട്ട് നീ ഫോളോ ചെയ്താലേ പറഞ്ഞു എന്നുള്ള ചെറ്റ വർത്താനം പറയുന്നത് ആരെങ്കിലോടൊന്നും പറയാൻ പറ്റൂല. ഓക്കെ, ഇനി അടുത്തത് തൊപ്പിയുടെ ലൈവിലേക്ക് തന്നെ നമുക്ക് പോവാം. എന്താ സ്കീം എന്നുള്ളത് നോക്കാം. ഇന്ന് ലൈവില്ല, ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. ഇതൊരു അവയർനെസ് ലൈവായിട്ട് കരുതിയാൽ മതി. ഇത് ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ലോണം പഠിക്കുക, നല്ലോണം പഠിച്ചിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, ഫുള്ളായിട്ട് ഇരുന്ന് പറ്റുമെങ്കിൽ 1 കൊല്ലം അതിലിരുന്നോ,
1 കൊല്ലം ഇരുന്ന് പഠിച്ച് മൊത്തം റിസർച്ച് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇതാ മൊത്തത്തിൽ മൂഞ്ചി ഇതാ എല്ലാത്തിന്റെയും ആരിലോ കണ്ണുകടി ഉണ്ടായിരുന്നു തോന്നണം. എനക്ക് തോന്നുന്നു കണ്ണുകടിയാണിത്. കണ്ണുകടിയും ഇതുവെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയില്ല. എനക്കറിയാം, എനക്ക് മാത്രം എങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ണുകടിയും അല്ലെങ്കിൽ എനിക്ക് മാത്രം പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ അത് കണ്ണുകടി കൊണ്ട് വരണമെന്നുള്ള സ്കീമൊന്നുമില്ല തൊപ്പി. അതൊക്കെ നീ ചെയ്യുന്ന പ്രവർത്തികളോ അല്ലെങ്കിൽ നിന്നെ ചുറ്റിപ്പറ്റിയുള്ളവർ ചെയ്യുന്ന പ്രവർത്തികളോ ആ പ്രവർത്തികളും നിനക്കൊരു ഓഡിറ്റ് ഇല്ലാത്തതുമാണ് നിന്നെ പറ്റി വരുന്ന എല്ലാ സ്കീമുകളും. ഓക്കെ, അതിപ്പോൾ ലൈവിൽ വന്നിരുന്നിട്ട് ആ ബോബി പറയണ പോലെയല്ല. റിയൽ ലൈഫിൽ ഇറങ്ങിയിട്ട് ചുറ്റുപാടുമുള്ള ആളുകൾ എന്തൊക്കെ നിന്നെ ചുറ്റിപ്പറ്റി ചെയ്യുന്നു, നീ റിയൽ ലൈഫിൽ എന്ത് ചെയ്യുന്നു എന്നുള്ള സ്കീമിൽ നിനക്ക് വ്യക്തമായ ധാരണയും ഓഡിറ്റിങ്ങും വേണം. ഓക്കെ, അല്ലാത്ത പക്ഷം ഇതേപോലെ വള്ളീൻ്റെ മുകളിൽ വള്ളിയും പിടിച്ച് ടാർസൻ്റെ ജീവിതമായി പോകുന്നുണ്ടത്. അത് വേറെ സ്കീം. പിന്നെ നീ പറയുന്ന അവയർനെസ്, എനിക്ക് ഈ വീഡിയോനകത്ത് എവിടെയും ഇതൊരു അവയർനെസ് വീഡിയോ ആയിട്ട് തോന്നിയില്ല മോനെ. ഓക്കെ, കാരണം നീ ഇവിടെ എവിടെയും ഏത് കോയിനാണ് വാങ്ങിയെന്ന് പറയുന്നില്ല, എത്ര രൂപയ്ക്കാണ് വാങ്ങിയെന്ന് പറയില്ല, ആരാണ് നിന്നെ ഈ സ്കാമിൽ കൊണ്ടുപോയി ഇട്ടതെന്ന് നീ പറയുന്നില്ല. അതൊക്കെ നീ കംപ്ലീറ്റ്ലി ഒരു ക്രിപ്റ്റോനെ കുറിച്ച് അറിയുന്ന ഒരാൾ മാത്രമേ നീ പറഞ്ഞു കൊടുക്കൂ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ക്രിപ്റ്റോ ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ നീ പറഞ്ഞു കൊടുക്കൂ എന്നാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിന്നെ ആര് സ്കാം ചെയ്തു അല്ലെങ്കിൽ ആര് പറ്റിച്ചു. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ ലൈവിൽ തന്നെ നീ പല ഭാഗത്തും പറയുന്നുണ്ട് എവിടെയോ സ്റ്റക്കായി പോയതാണ്, എന്താ പൈപ്പ് കൂടി മറ്റേ നാരങ്ങ കെട്ടി വിടുന്നതാണ് അപ്പോൾ അത് എനിക്ക് വെച്ച് സ്റ്റക്കാവാൻ വേണ്ടിയിട്ട് സ്റ്റക്കായി പോയി എന്നൊക്കെയാണ് പറയുന്നത് ഇതിനിടയിൽ. സോ ഇതെങ്ങനെ ഒരു അവയർനെസ് വീഡിയോ? ഒരു അവയർനെസ് വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു കാര്യം ചെയ്തു, അതിലെനിക്ക് നഷ്ടം സംഭവിച്ചു. നഷ്ടം സംഭവിക്കാൻ കാരണം എന്നെ ചീറ്റ് ചെയ്തതാണ് കുറച്ച് ആളുകൾ. ആ ചീറ്റ് ചെയ്ത ആളുകൾ ഇവരൊക്കെയാണ്. ഞാൻ ചീറ്റ് ചെയ്യപ്പെട്ട രീതി ഇങ്ങനെയാണ്. അതിൽ ഞാൻ ഒഫീഷ്യലി കേസും കാര്യങ്ങളുമായിട്ട് ആ എന്നെ ചീറ്റ് ചെയ്തവർക്കെതിരെ ഞാൻ മുന്നോട്ട് പോകുന്നു. ഇതാണ് ഒരു അവയർനെസ് വീഡിയോ. നാളെ നിങ്ങളാരും ഈ പറ്റിപ്പിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പബ്ലിക്കായിട്ട് പറയുന്നത് എന്നുള്ളത്. ഇതിലെവിടെ ലൊട്ട ഈ സാധനത്തിനകത്ത് അവയർനെസ് നടക്കുന്നത്? ഇത് അവയർനെസ് അല്ല, രോദനം എന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ്, മനസ്സിലായ? അല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയണം ഇതിനകത്ത് എവിടെയാണ് ഏത് ആരെ എന്നുള്ളതിനൊക്കെ ഉത്തരം പറയണം. ഇതിന് ഒരു ബിൽഡപ്പ് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു കോയിനിൽ എന്ന് പറയുന്നു, വീണ്ടും വന്നിട്ട് പറയുന്നു അത് ലോസായി എന്ന് പറയുന്നു. ആൻഡ് ഇനി ചിലപ്പോൾ നാളെ ഏതെങ്കിലും ഒരാൾ ഇത് രക്ഷപ്പെടുത്തി എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ ആളെയായിട്ട് വരാം, അയാളായിട്ടൊരു കൊളാബ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് ക്രിപ്റ്റോയിൽ എല്ലാ സഹായങ്ങളും ചെയ്തു തരും, എൻ്റെ പൈസ ഇയാളെ രക്ഷിച്ച് തന്നെന്നുള്ളത് വേണമെങ്കിൽ പറഞ്ഞിട്ട് അയാളായിട്ട് കൊളാബ് ചെയ്യാം. അതൊരു പ്രൊമോഷനായി കൂടെ, അങ്ങനെയും ചിന്തിക്കാം. എനിക്ക് കാണുന്ന സമയത്ത് എനിക്ക് അങ്ങനെയൊക്കെയാണ് എൻ്റെ ചിന്ത പോകുന്നത്. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻകം റിവീൽ ചെയ്ത സമയത്ത് ഇനിയിപ്പോൾ ഐ.ടിയോ സാധനങ്ങളോ വിഷയങ്ങളോ വരുമോ എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാക്കിയതൊക്കെ പോയി എന്നുള്ള രീതിയിൽ അതിന് ചാൻസ് കുറവാണ്. ബിക്കോസ് എന്നാലും ഐ.ടി വരും, വരാളായിട്ട് എന്താണെങ്കിലും വരും. ഓക്കെ, ഇതിലെവിടെയും കോയിൻ പറയുന്നില്ല, ആര് ഇൻവെസ്റ്റ് ചെയ്യിച്ചു എന്ന് പറയുന്നില്ല, സ്കാം ഏത് രീതിയിൽ നടന്നു എന്ന് പറയുന്നില്ല, ഒന്നുമില്ല. പിന്നെ അതെങ്ങനെ അവയർനെസ് ആവും? അവയർനെസ് ഒന്നും അല്ല ഇത്, രോദനം എന്ന് പറയും. ഞാനിത് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇത് ചെയ്തതാണടാ. അതാണ് ഞാൻ ഒരു ഐഡിയ ഇല്ലാണ്ട് ഒരാഴ്ചത്തെ റിസർച്ചും കൊണ്ടാണ് ഇത് ചെയ്തത്. ഒരാഴ്ച 2 ആഴ്ച എത്രയാണിത്? മിനിമം 1 മാസം പോലും ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല. അതാണ് പറ്റിയത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ മൊത്തമായിട്ട് നോക്കുക, മൊത്തമായിട്ട് ഇതിനെക്കുറിച്ച് ഫുള്ള് പഠിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ എടാ കേരളത്തിലുള്ളതിൽ ബെസ്റ്റ് ക്രിപ്റ്റോ എക്സ്പേർട്ട് ആരാ ഒന്ന് പറഞ്ഞേ? എക്സ്പേർട്ട് ആരാന്ന് പറഞ്ഞേ? ഞാൻ കുറേ ആൾക്കാരോട് സംസാരിച്ച്, എക്സ്പേർട്ട് ആരോന്ന് പറഞ്ഞേ? കുറച്ച് ദിവസമോ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈമിൽ മാത്രം പഠിച്ച് ക്രിപ്റ്റോയിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രം ഒരു മണ്ടനല്ല നിഹാദ് എന്നുള്ളത് എനിക്ക് പേഴ്സണലി അറിയാം. ഓക്കെ, ഇനി നീ അങ്ങനത്തെ ഒരു മണ്ടത്തരം കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുക. ആരാണ് പറ്റിച്ചെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കണം, മനസ്സിലായോ? അല്ലാത്ത പക്ഷം ഇപ്പം നീ എല്ലാവരോടും ചാറ്റിൽ വന്ന് ചോദിക്കുന്നുണ്ടല്ലോ ആരാണ് ദ ബെസ്റ്റ് ക്രിപ്റ്റോ ഡീൽ ചെയ്യുന്ന ഇൻഫ്ലുവൻസർ, അല്ലെങ്കിൽ ക്രിപ്റ്റോ ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ തരാൻ പറ്റുന്ന ദ ബെസ്റ്റ് ആരാന്നുള്ളത്. ക്രിപ്റ്റോയിൽ നീ ഇൻവെസ്റ്റ് ചെയ്യാൻ ആലോചിച്ച സമയത്ത് തന്നെ നിനക്ക് നിൻ്റെ ചാറ്റും ഈ പറഞ്ഞ ലൈവും ഉപയോഗിച്ചുകൂടായിരുന്നില്ലേ? കുറച്ച് ദിവസം മുമ്പ് വന്നിട്ട് വളരെ കോൺഫിഡൻസിൽ ഞാൻ മില്യനെയർ ആവും എന്ന് പറഞ്ഞ് തള്ളുമ്പോൾ അന്ന് നീ പഠിച്ചത് ആരിൽ നിന്ന്, എവിടെ നിന്ന് പഠിച്ചു? സെൽഫ് ലേണിംഗ് ആണോ അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു തന്നാണോ? ആരിൽ നിന്ന് പഠിച്ചു? ആര് നിനക്കിത് അഡ്വൈസ് ചെയ്തു തന്നു? ഇത്ര കോൺഫിഡൻസ് വരാൻ മാത്രം? അങ്ങനെ കുറേ ചോദ്യങ്ങൾ വരുമല്ലോ ഇതിനകത്ത്. അല്ലെങ്കിൽ ഇപ്പോൾ നീ ചോദിച്ച ചോദ്യം അന്ന് പറയണം. ഞാൻ ക്രിപ്റ്റോയിൽ ഇങ്ങനെ എനിക്ക് കുറച്ച് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്, ഞാൻ ഏത് കോയിൻ ബൈ ചെയ്യണം, ഇതിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആർക്ക് പറ്റും കേരളത്തിൽ, നിങ്ങൾ കുറച്ച് പേര് സജസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ചാറ്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും.
ഇതെല്ലാം പോയി എന്ന് വന്ന് നീ ഇരുന്ന് പറയുന്നു. പോയതിന് ശേഷം നീ ചോദിക്കുന്നു ആളുകളോട് ബെസ്റ്റ് ആരാന്ന് ചോദിക്കുന്നു. ആളുകൾ കുറേ സജഷൻ പറയുന്നു. ആ ആളുകളെ വീണ്ടും നീ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. ക്രിപ്റ്റോ വാച്ചാൻ റിപ്ലൈ വന്നിട്ടുണ്ട്. ബ്രദർ നമ്പർ എനക്ക് പോയതിന്റെ പകുതിയെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി. ഇതാണ് ഇപ്പത്തെ എൻ്റെ അവസ്ഥ. ഞാൻ രാവിലെ മുതൽ മറ്റേ കോയിനെ വെയിലത്ത് അയച്ചിട്ട പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അല്ല ഇത് വരണ്ടാന്ന് ചോദിച്ചാൽ ഇതെന്റെ ഞാൻ ഇത് വന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇത് തമാശയായിരിക്കും. സ്ക്രിപ്റ്റ് ചെയ്യാം മൂന്ന് എൻ്റെ ഉമ്മ സത്യം ഞാൻ പറയാലോ. ഞാൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ, കഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റും അത്രയും ഓക്കെ, എന്നാലും എൻ്റെ ഒരു എഫേർട്ട് ഇല്ലടാ അതില്. എൻ്റെ എഫേർട്ട് ഇല്ലടാ. നിങ്ങൾക്ക് ഇതെല്ലാം എന്താ തമാശ? എത്ര പോയിന്നാ ഡിജിറ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ നാളെ എന്തായാലും മിക്കവാറും ഞാൻ നാളെ പോയിട്ട് സൈബർ സെല്ലിൽ കേസ് കൊടുക്കും. ഇത് കേസ് കൊടുക്കണമെങ്കിൽ ഇത് കുടുങ്ങി കിടക്കാമെന്ന് എനിക്ക് തിരിച്ചു കിട്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പ് കിട്ടണം. എനിക്ക് അഡ്വൈസ് വേണം. എനിക്ക് കുറച്ച് ആൾക്കാരോട് സംസാരിക്കണ്ട. ഇത് എനിക്കൊരു ഉറപ്പ് കിട്ടിയെങ്കിൽ ഓക്കെ, എനിക്ക് പോയി കേസ് കൊടുക്കാം. ദിവസം ഫുള്ള് കഴിഞ്ഞ് രാത്രിയാണ് തൊപ്പി വന്നിട്ട് അഡ്വൈസ് വേണം, കുടുങ്ങി കിടക്കാണോ എന്നുള്ള അറിയില്ല. തൊപ്പി വിചാരിച്ചു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു ഇൻഫ്ലുവൻസർ കേരളത്തിൽ ഇന്നില്ല. ഓക്കെ, കേരളത്തിലുള്ള ഏതൊരു ഇൻഫ്ലുവൻസറും തൊപ്പിയുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയച്ചാൽ അല്ലെങ്കിൽ തൊപ്പി ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ കിട്ടും. കിട്ടാത്തൊരു വിഷയമുള്ളൂ. അതുവരെ കിട്ടാത്ത ഒരാളെയാണ് ലൈവിൽ വന്നിട്ട് മൂപ്പര് ചാറ്റ് വഴി തപ്പിക്കൊണ്ടിരിക്കുന്നത്, മെസ്സേജ് അയക്കുന്നത്. നമ്പർ 1. രാവിലെ മുതൽ രാത്രി വരെ കാത്തിരുന്നിട്ട് ഇത് സ്റ്റക്കായോ തിരിച്ച് കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടില്ല. സൈബർ സെല്ലിൽ കേസ് പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇവിടേക്കാണ് എനിക്ക് പിന്നെ ഉമ്മാനെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്. എല്ലാം ഒരു ആംഗിളിൽ അതിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് നുണ പറയേണ്ട ആവശ്യമില്ല. ചാറ്റ് ഡെഫിനറ്റ്ലി പറയുന്നുണ്ട് നല്ല നാടകം, നല്ല സ്ക്രിപ്റ്റ് എന്നുള്ളത് ചാറ്റ് ഓൾറെഡി പറയുന്നുണ്ട്. കാരണം സംശയം വരൂടെ, സംശയം വരുന്നവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇന്നലെ ഞാൻ എൻ്റെ ലൈവ് കണ്ട സമയത്ത് എനിക്ക് അടിമുടി ഇതെന്തെന്നാ ഇത്, എന്താ പറയുന്നത്, ഒന്നും പറയുന്നില്ലല്ലോ. കോയിൻ ഏതാന്ന് പറയുന്നില്ല, എത്ര രൂപയ്ക്ക് വാങ്ങിയെന്ന് പറയുന്നില്ല, എവിടുന്ന് മേടിച്ചു എന്ന് പറയുന്നില്ല, ആര് സജസ്റ്റ് ചെയ്തെന്ന് പറയുന്നില്ല, അഡ്വൈസ് ആരുടെ കയ്യിൽ നിന്ന് എടുത്തു എന്ന് പറയുന്നില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് ലൊട്ട കുമ്പിടി പോലെ വന്നിരുന്നിട്ട് ഞാൻ മില്യനാറാവും, 2 ആഴ്ച കൊണ്ട് ഞാൻ അതാ കഴിച്ചില്ലാവും എന്ന് പറയുന്നത് കോമഡി. അതല്ല, ഇവൻ്റെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, ഇവൻ വല്ല പെടലും പെട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ബാക്കിലിരുന്ന വാലുകൾ പോലും കാണൂല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാത്ത സ്ഥലത്തൊക്കെ വാലുകളുണ്ടാവും 5-6 എണ്ണം. ആ വാലുകളും ഇല്ല. ഒപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എപ്പോഴും ഒറ്റയ്ക്ക് വന്നിരുന്നിട്ടാണ് വായ്ത്താളടി. വാലുകൾ എങ്ങാനും വല്ലതും വിളിച്ച് പറഞ്ഞാൽ പണി പാടുന്നുള്ളതുകൊണ്ടായിരിക്കും എല്ലാത്തിനും തട്ടി മാറ്റാറുണ്ട് സാധാരണ. എന്റെ കോയിനവിടെ കുടുങ്ങി കിടക്കുകയാണ്. അതാണ് അവസ്ഥ. ഇതിനാണ് എല്ലാം പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പോലെ. നമ്മുടെ കാര്യമോടെ പഠിച്ചിട്ട് അത് ഞാൻ എല്ലാ കാര്യത്തിലും ഇങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ റിസ്ക് എടുക്കുന്ന അവസ്ഥ എനിക്ക് തോന്നുന്നു. ഞാൻ ഈ കുറേ ഗ്യാമ്പിളെല്ലാം ചെയ്ത് നടന്നുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ മണ്ടത്തരം എനിക്ക് പറ്റുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഈ ഗ്യാമ്പിളെല്ലാം ചെയ്യുമ്പോൾ വലിയ വലിയ എമൗണ്ട് റിസ്ക് ചെയ്ത് ഇങ്ങനെ കളിക്കേണ്ട ഇതില്ല. അങ്ങനെയൊന്നും എനിക്ക് ഈ മൈൻഡ് കിട്ടിയത്. ഇങ്ങനത്തെ മരമണ്ടത്തരത്തിലേക്ക് ഞാൻ വീണോ എന്ന് ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നില്ല അത്ര മരമണ്ടത്തരത്തിൽ വീണു പോകുന്ന ഒരാളാണ് തൊപ്പി എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഓക്കെ, ഇനി കുറച്ച് ദിവസം മുമ്പ് തൊപ്പീൻ്റെ ഇൻകം റിവീൽ ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് സാധനമൊക്കെ ഞാൻ ഇവിടെ എന്താണെങ്കിലും സൈഡിൽ വെക്കാം. ആ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് അത് മോട്ടിവേഷൻ ആക്കി എടുത്ത് എത്രയോ ലക്ഷങ്ങളും കോടികളും കൊടുത്ത് പഠിക്കുന്നവർക്ക് വരെ എത്ര വരുമാനം കിട്ടുന്നുണ്ടോ, ലൈവ് സ്ട്രീമിങ്ങും ബാക്കി ഗെയിമിങ്ങും അങ്ങനെ പറഞ്ഞ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്താണെങ്കിൽ അത് ഞാൻ ഇവിടെ വെക്കുന്നില്ല. കുറച്ച് കമൻറ്റുകളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, കമൻസിനകത്ത് കുറച്ച് ആളുകൾ കുറേ അധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്രിപ്റ്റോ മച്ചാൻ്റെ പേജിൽ തൊപ്പിയുടെ ആ ഒരു കോയിൻ മേടിച്ചു എന്ന് പറഞ്ഞ വീഡിയോ ക്രിപ്റ്റോ മച്ചാൻ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചത് റിയാക്ഷൻ ചെയ്ത സമയത്ത് അതിനടിയിൽ ഒരാളിട്ട കമൻറ്റാണ് 3 ദിവസം മുമ്പ് കേട്ടോ, ലൈവൊക്കെ വരുന്നതിൻ്റെ 3 ദിവസം മുമ്പ്. ഈ കഴിഞ്ഞ ഒരു മാസമായി അവൻ്റെ ഒരു ദിവസത്തെ വരുമാനം എത്രയുണ്ട് എന്ന് പറഞ്ഞ് റീൽ ചെയ്തവർ മാറ്റി പറയിക്കാനുള്ള ഒരു ഐറ്റമാണ് ഇവൻ കോയിൻ്റെ പേരിൽ ഇപ്പോൾ വന്ന ലൈവിൽ പറഞ്ഞത്. അതായത് ഇനി അവൻ ഒരു ലൈവ് വരും, കോയിൻ പോയി എന്ന് പറഞ്ഞ് അവൻ്റെ വരുമാനം തീർന്നു എന്ന നിലയിൽ അതാണ് ഇനി കാണാൻ പോകുന്നത് എന്ന് 3 ദിവസം മുമ്പ് തന്നെ ഈ കമൻ്റ് ഇട്ട മുഹമ്മദ് എന്ന് പറഞ്ഞുള്ള ആ ഒരു വ്യക്തി പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സത്യത്തിൽ ഇതൊക്കെ അവൻ്റെ അടവാണ്, ഒന്നും പോയിട്ടില്ല, ഇങ്ങനെ വരുത്തി തീർക്കണം. അതാണ് ഇന്നലെ, അതായത് 3 ദിവസം മുമ്പ് ഇയാൾ പ്രഡിക്റ്റ് ചെയ്ത സംഭവിക്കുമെന്ന് പറഞ്ഞ കാര്യം ഇന്നലെ തൊപ്പി ലൈവിൽ വന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞു. അതായത് കോയിൻ നഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ ഇയാളുടെ കമൻറ്റ് ഭയങ്കര റെലവൻ്റായി. ഇന്നലെ അയാൾ ആളുകൾക്ക് റിപ്ലൈ കൊടുക്കുക. ആളുകൾ അതിനടി വേണ്ടി ഇലുമിനാറ്റി ജോലിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ
കമൻറ്റ് പറഞ്ഞപ്പോൾ അതിന് റിപ്ലൈ കൊടുത്താണ് ഇപ്പോൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ഇൻകം ടാക്സ് വരുമെന്ന് ഭയന്നിട്ട് അവൻ ഇറക്കിയ ഒരു നാടകമാണ് ഇതൊക്കെ. ബ്രദർ, ഇതൊക്കെ കളികളാണ്. ഇവൻ്റെ മറ്റുള്ള റീൽ കണ്ട് പേടിച്ച് ഇൻകം ടാക്സ് വരുമെന്ന് ഭയപ്പെട്ട അവൻ ഇതുമായി വരുമെന്ന് ഞാൻ ഊഹിച്ചു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ എന്തുണ്ട് കമൻറ്റുകൾ ഇയാൾ ഇതിനടിയിൽ ഇപ്പോൾ കുറേ ഇടുന്നുണ്ട്. ക്രിപ്റ്റോ ടാക്സ് 30%, ഇനി അത് അടച്ചില്ലെങ്കിൽ 70% പെനാൽറ്റി, അത് കണ്ട് പേടിച്ചിട്ടാവണം എന്ന് പറഞ്ഞിട്ട് വേറെ കമൻസും വരാൻ തുടങ്ങി. സോ ഒരു കാര്യം പറഞ്ഞു, ആ കാര്യം പറഞ്ഞതിൽ നിന്ന് വലിയ 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 സീനുകളിലേക്ക് തൊപ്പി മാറിപ്പോകുന്നതാണ് കമൻറ്റ് ബോക്സ് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അവൻ്റെ വരുമാനം പുറത്ത് പറഞ്ഞു, അത് എല്ലാവരും കണ്ടു. അതിനുശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് ഫുള്ള് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. അതിനുശേഷം അത് സ്കാമായി എന്ന് പറയുന്നു. അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം പോയി എന്ന് കാണിക്കുന്നു. അവൻ ആ കോയിൻ ഏതാണെന്ന് പോലും പറയുന്നില്ല. ഇങ്ങനെ ഒരു നഷ്ടം വന്നാൽ അത് മറ്റുള്ളവർക്ക് കൂടെ വരാതിരിക്കാൻ ആ കോയിൻ ആരും ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് പറയാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കാര്യം. പിന്നെ ഏതോ കമ്പനിയാണ് ഇവനെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് എന്നും പറയുന്നു. ഈ കമ്പനി അവന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഒരു പരിപാടി അവർ കാണിച്ചാൽ അവരുടെ കമ്പനി പുറത്ത് പറയണ്ടേ? അതിൽ ഇനിയും ആരും പോവാതിരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ കമൻറ്റുകൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇൻകം ടാക്സ് സീനാണ്, ഇൻകം എക്സ്പോസ് ആയതുകൊണ്ടുള്ള വിഷയമാണ്, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാവരും ഡൗട്ട്ഫുള്ളായിട്ട് കമൻറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസും ചോദ്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. കുറേ പേര് ഇനി പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഏത് കോയിനായിരിക്കാം എന്നുള്ള രീതിയിലുള്ളൊരു പ്രഡിക്ഷനും വെക്കുന്നുണ്ട് ഇതിനടിയിലൊക്കെ പോയിട്ട്. ഓക്കെ, ഇനി ഇവൻ ലൈവ് ഇട്ട സമയത്ത് ലൈവിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ ക്രിപ്റ്റോ മച്ചാൻ എന്ന് പറഞ്ഞ ഒരാളുടെ കമൻറ്റ് ഞാൻ നേരത്തെ വായിച്ചു തന്നു. അയാൾ ഇന്ന് പിൻ ചെയ്ത് വെച്ചത്, അതായത് വീഡിയോയുടെ ലാസ്റ്റ് അയാൾ പറഞ്ഞതിൽ തൊപ്പി കൊടുത്ത റിയാക്ഷനും അയാൾക്ക് എനിക്ക് തോന്നുന്നത് അത് കാരണം അയാൾക്ക് കുറച്ചധികം നെഗ് അടിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് തൊപ്പി എന്നല്ല അത് പറഞ്ഞതെന്നുള്ളത് കൂടി നോക്കാം. കോയിൻ നെയിം പറയാൻ പറ്റില്ല. ഏതെങ്കിലും എക്സ്പേർട്സ് ഉണ്ടെങ്കിൽ ഇതാ നമ്പറോ എന്തെങ്കിലും ഞാൻ അവരോട് സംസാരിച്ചോളാം. എടാ, ഇവന്റെ ഈ ക്രിപ്റ്റോ മച്ചാന്റെ ഈ വീഡിയോ കണ്ടപ്പോ തന്നെ ഞാൻ ബാക്ക് വലിയണായിരുന്നടാ. ഇത് കണ്ടോ, എന്റെ മൊത്തം സേവിങ്സ് ഞാൻ ഒരു കോയിലിട്ടിട്ടുണ്ട് മോനെ. 2-3 മാസം കൊണ്ട് ഞാൻ മൾട്ടി മില്യണറാകാൻ പോയി. എനിക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനകം ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള റീലാണിത്. ഇതിന്റെ ഫാക്ട് തൊപ്പി പറഞ്ഞ കോയിൻ ഏതാണെന്ന് നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, തൊപ്പി ക്രിപ്റ്റോയിൽ പുതുതാണ്. സോ ഒന്നെങ്കിൽ തൊപ്പിയെ ഏതെങ്കിലും റെക്രൂട്ട് ടീം അവരുടെ ടോക്കൺ ബൈബാക്ക് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫേക്ക് ടെലിഗ്രാം അഡ്മിൻസ് ഏതെങ്കിലും. ഞാൻ കണ്ടപാടന്നെ ഞാൻ ഇതിനെ കുറിച്ച് നോക്കണായിരുന്നടാ. ഞാനിത് എല്ലാരും പറയുന്ന പോലത്തെ കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടടാ, മണ്ടത്തരായി പോയടാ. കോയിൻ തൊപ്പിയെ ക്യാൻവാസ് ചെയ്തിട്ടുണ്ടാവണം. സോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ക്രിപ്റ്റോയിൽ there is no shortcut. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ക്രിപ്റ്റോയെ പറ്റി പഠിക്കണം, അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ബൂം ആവാൻ പോകുന്ന 5 കോയിനുകളെ പറ്റി അറിയണമെങ്കിൽ, ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കോയിനെ പറ്റി അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട്. എന്റെ അടക്കം അവന്റെ പുട്ട് കച്ചവടം, ഇവിടെ ആള് കുണ്ടിക്ക് തീ പിടിച്ച് കിടക്കും അവന്റെ പുട്ട് കച്ചവടം. കുണ്ടിക്ക് തീ പിടിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർ കൊണ്ടുവന്നിട്ട് എൻ്റെ കുണ്ടിക്ക് തിരിച്ചിട്ടതല്ലല്ലോ. ഇജ്ജായിട്ട് തീക്കൊള്ളീൻ്റെ മുകളിൽ എണ്ണയും തേച്ച് തുണിയും ചുരുട്ടി അത് അടുപ്പത്ത് വെച്ച് അതിന് തീയും പിടിപ്പിച്ച് അത് കുണ്ടിയും വെച്ചിട്ട് അതിന് മുകളിൽ കയറി ഇരുന്നതല്ലേ തൊപ്പി. അപ്പോൾ പിന്നെ ആ ചെക്കൻ അത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യണം, എന്നാൽ ഇൻഫർമേഷൻ പറഞ്ഞു തരാമെന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ കുണ്ടിക്ക് തീ പിടിക്കുമ്പോൾ എനിക്കത് ഭയങ്കര പൊള്ളലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. നാട്ടുകാർ വെച്ച തിരിച്ചല്ലോ, ഈ വെച്ച തന്നെയല്ലേ. ആസനം മൂലം ഒക്കെ പൊള്ളു ഒരുപോലെ പൈസ പോയിട്ടുണ്ടെങ്കിൽ. ഇല്ല, ഇവർ ഈ പറയുന്ന മാതിരി നാടകത്തിൻ്റെ സീനാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡ്രാമയാണ്, സ്ക്രിപ്റ്റാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ പൊള്ളലൊന്നും കാണൂല. അങ്ങനെ ഒരു അഭിനയമാണ് ഇത് എന്നുണ്ടെങ്കിൽ എനിക്ക് ഓസ്കാർ അവാർഡ് ഞാൻ തരേണ്ടി വരും, വേറെ ലെവലാണെങ്കിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ക്ലാസ്സോ കാര്യങ്ങളൊന്നും വേണ്ട, ഈ ഭയങ്കര അഭിനയമാണ്. ഓക്കെ, അപ്പം പൈസ പോയി എന്ന് ഒരാൾ പറയുന്നു, ഫൈൻ, പൈസ പോയിട്ടാവുമല്ലോ അയാൾ വന്ന് പറയുന്നതെന്നുള്ളതിൽ ഞാനത് അങ്ങോട്ട് എടുക്കുന്നു. പൈസ പോയിട്ടുണ്ടെങ്കിൽ അത് ഏത് കോയിനിലാണ് പോയത്, ആര് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഏത് കമ്പനി. ഇപ്പോൾ ലാസ്റ്റ് ക്രിപ്റ്റോ മച്ചാൻ എന്ന് പറഞ്ഞാൽ റീൽ പ്ലേ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, അയാൾ ക്രിപ്റ്റോ മച്ചാൻ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരാൾ ഇവനെ റെക്പുൾ ചെയ്യാൻ ഇവൻ്റെ അടുത്ത് ചെന്ന് കാണും. ഓക്കെ, ഏതെങ്കിലും ഒരു ടീം. അപ്പോൾ ആ ടീം ഏതാ? അവയർനെസ് വീഡിയോ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് ഇടേണ്ടത്. അതായത് നാളെ ആളുകൾ നിൻ്റെ വീഡിയോ കാണുന്ന വ്യൂവർഷിപ്പ് ഇങ്ങനത്തെ ഒരു സ്കാമിൽ പെടാതിരിക്കണമെങ്കിൽ സ്കാം ആര് ചെയ്തു, ഏത് കോയിനിൽ നിന്ന് സ്കാം കിട്ടി, ഏത് രീതിയിലുള്ള സ്കാമാണ് എന്നുള്ളതാണ് റിവീൽ ചെയ്യേണ്ടത്. അതാണ് അവയർനെസ് വീഡിയോ എന്ന് പറയുന്നത്. അല്ലാതെ ഇതിന് ലൊട്ട രോദനം എന്ന് പറയും. മണ്ടത്തരം, ഞാൻ മണ്ടനാണ്, മണ്ടത്തരം കാണിച്ചു, ഞാൻ മണ്ടനാണ്, ഞാൻ മണ്ടത്തരം കാണിച്ച മണ്ടത്തരം പറയില്ല.
ഇതാണ് അവയർനെസ്. ഇതൊരു അവയർനെസ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ എന്താ പറയുക, ഒരു വീഡിയോ കണ്ടു ആ ചെക്കൻ്റെ ക്രിപ്റ്റോ മച്ചാൻ്റെ, കണ്ടപ്പോൾ തന്നെ ഞാൻ ഇതിൽ നിന്ന് മാറേണ്ടതായിരുന്നു. അങ്ങനെ ഇൻഫർമേഷൻ അറിയുന്ന ഒരാളെ വീഡിയോ നീ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നീ ലൈവിൽ വന്നിട്ട് വീണ്ടും ക്രിപ്റ്റോനെ കുറിച്ച് അറിയുന്നത് ആര് എന്ന് പറഞ്ഞുള്ള സംശയങ്ങൾ ചോദിക്കും. എനിക്ക് അവിടേക്കാണ് ഇതിൽ ഡൗട്ട് അടിക്കുന്നത്. ഇവൻ തന്നെ ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ ലാസ്റ്റ് ഞാൻ പ്ലേ ചെയ്ത വീഡിയോ ശ്രദ്ധിക്കുക. ഇവൻ്റെ വീഡിയോ ആദ്യം കണ്ടപ്പോഴേ ഞാനിതിന്ന് വിഡ്രോ ചെയ്യേണ്ടിയിരുന്നു. ഇവൻ്റെ വീഡിയോ ആദ്യം കണ്ടപ്പോഴേ ഞാനിതിന്ന് മാറി നിൽക്കേണ്ടിയിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഇവനോട് പോയി ചോദിക്കാം. അല്ലെങ്കിൽ ഈ ലൈവ് വന്നിട്ട് ലൈവിൽ ഇരുന്നുകൊണ്ട് ക്രിപ്റ്റോ മച്ചാൻ മെസ്സേജ് അയച്ച് നാട്ടുകാർ കാണിച്ച് ക്രിപ്റ്റോ സെൻഡ് മീ യുവർ നമ്പർ എന്ന് പറയുമ്പോൾ നിനക്ക് ഓൾറെഡി ക്രിപ്റ്റോ മച്ചാൻ അറിയാലോ. അവൻ നിന്നെക്കുറിച്ച് വീഡിയോ ചെയ്ത് നീ കണ്ടിട്ടുണ്ടല്ലോ. അതിനകത്ത് നിനക്ക് നഷ്ടം സംഭവിക്കും, നീ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് അയാൾ പറഞ്ഞല്ലോ. രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ ലൈവിൽ കാത്തിരിക്കേണ്ടിയിരുന്നോ ക്രിപ്റ്റോ മച്ചാൻ മെസ്സേജ് അയക്കാൻ? എനിക്ക് രാവിലെ അയക്കായിരുന്നല്ലോ. കമോൺ, എനിക്കിതിനകത്ത് അടിപൊളി സംശയങ്ങളാണുള്ളത്. ഓക്കെ, പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോയി കേസ് കൊടുക്ക്. പൈസ കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ബാക്കി പോലീസും സൈബർ സെല്ലും ബാക്കി പരിപാടികളും വഴി നോക്കാം. ഇനി അല്ല ഇതൊരു എന്താ പറയുക, ഒരു കോണ്ടൻ്റാണ്, ഒരു ആക്റ്റാണ്, ഒരു സ്ക്രിപ്റ്റാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത് പൊളിഞ്ഞ് താഴെ വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും ഇൻകം റിവീൽ ചെയ്തു. ഇപ്പം ഇങ്ങനൊരു ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിപ്റ്റോയിൽ നടത്തി എന്ന് പറയുന്നു. ഈ നാട്ടിലെ നിയമം ഇവൻ്റെ പിന്നിൽ വാല് പിടിച്ച് പോകുന്നുണ്ടാവും. കുണ്ടിക്ക് തീ ആരും വേണ്ട തൊപ്പി, ഈ ഒറ്റയ്ക്ക് തീ ടൈം ഇരിക്കുന്ന അവസ്ഥയാണ്.